ഹലോ ഫ്രണ്ട്സ്, ജ്യോതിസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ബ്രൊക്കോളി സ്റ്റർ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ് പീസസ് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയാണ്. അപ്പോൾ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം ഇനി വേണ്ടത് ബ്രൊക്കോളിയാണ്. ഒരു ഫുൾ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫ്ലോററ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. സ്റ്റെം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്റ്റെമ്മ് കറിയിലും അതുപോലെ തന്നെ സൂപ്പിലും സാലഡ്സിലും ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫ്ലോററ്റ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോററ്റ്സ് നമ്മൾ കുറച്ച് ചൂട് വെള്ളത്തിൽ ഉപ്പും ഇട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇത് ഓൾറെഡി കുറച്ച് കുക്ക്ഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു വോക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആ പീസസൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചോപ്പ് ചെയ്തതും 1/2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊക്കെ സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ക്യാരറ്റ് ഇതുപോലെ സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ബ്രൊക്കോളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രൊക്കോളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. കെച്ചപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ചേർക്കുന്നത് സോയാ സോസാണ്. അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ദാ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ റെഡിയാണ്. ഇത് വെയിറ്റ് ലോസിനും അതുപോലെ ജിമ്മിന് പോകുന്നവർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. ലഞ്ചിനായാലും ഡിന്നറിനായാലും നമുക്ക് കൺസ്യൂം ചെയ്യാവുന്ന അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഇവിടെ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സെസമി സീഡ്സും കൂടെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.